ന്യായാധിപന്മാർ അധ്യായം 7. 1. ന്യായാധിപന്മാർ അധ്യായം 7-ൽ എത്ര വാക്യങ്ങളുണ്ട്, എത്ര ശീർഷകങ്ങളുണ്ട്? ഉത്തരം: 25 വാക്യങ്ങൾ, 1 ശീർഷകം. മിദ്യാൻകാരെ തോൽപ്പിക്കുന്നു. 2. ജെറുബ്ബാലും ഗിദെയോനും സംഘവും അതിരാവിലെ എഴുന്നേറ്റ് എവിടെയാണ് പാളയമടിച്ചത്? ഉത്തരം: ഹാരോദ് നീരുറവയ്ക്ക് സമീപം. 3. മിദ്യാൻ്റെ താവളം എവിടെയായിരുന്നു? ഉത്തരം: വടക്ക് മോറിയ കുന്നിൻ്റെ താഴ്വര. 4. ന്യായാധിപന്മാർ 7:2 നിങ്ങളുടെ സംഖ്യ അധികമായതിനാൽ മിദ്യാൻകാരെ ഞാൻ നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കുന്നില്ല, സ്വന്തം കൈകൊണ്ട് തന്നെ രക്ഷപ്രാപിച്ചുവെന്ന് ഇസ്രായേൽ എൻ്റെ നേരെ നോക്കി മീൻ പിടിക്കും. ആര് ആരോട് പറഞ്ഞു? ഉത്തരം: കർത്താവ് ഗിദെയോനോട് പറഞ്ഞു. 5. എങ്ങനെയുള്ളവർ വീടുകളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണമെന്നാണ് കർത്താവ് ഗിദെയോനോട് ആവശ്യപ്പെടുന്നത്? ഉത്തരം: ഭയന്നു വിറയ്ക്കുന്നവർ. 6. ന്യായാധിപന്മാർ 7:3 പ്രകാരം എത്ര പേർ തിരിച്ചുപോയി, എത്ര പേർ ശേഷിച്ചു, ആര് പരിശോധിച്ചു? ഉത്തരം: 22,000 പേർ തിരിച്ചുപോയി, 10,000 പേർ ശേഷിച്ചു, ഗിദെയോൻ പരിശോധിച്ചു. 7. കർത്താവ് വീണ്ടും ഗിദെയോനോട് പറഞ്ഞു, ജനങ്ങൾ ഇപ്പോഴും അധികമാണ്, അവരെ ഡാഷിലേക്ക് കൊണ്ടുവരാം, ഞാൻ അവരെ നിനക്ക് വേണ്ടി പരിശോധിക്കാം. ഉത്തരം: ജലാശയത്തിലേക്ക്. 8. ഇവൻ നിന്നോടുകൂടെ പോരട്ടെ എന്ന് ഞാൻ ആരെപ്പറ്റി പറയുന്നുവോ അവൻ നിന്നോടുകൂടെ വരട്ടെ, ഇവൻ നിന്നോടുകൂടെ പോരണ്ട എന്ന് ആരെക്കുറിച്ച് പറയുന്നുവോ അവൻ പോരേണ്ട, ആര് ആരോട് പറഞ്ഞു? കർത്താവ് ഗിദെയോനോട്. 9. ഗിദെയോൻ ജനത്തെ ജലത്തിന് സമീപം കൊണ്ടുവന്നപ്പോൾ കർത്താവ് എന്താണ് പറഞ്ഞത്? ഉത്തരം: നായയെപ്പോലെ വെള്ളം നക്കി കുടിക്കുന്നവരെ നീ മാറ്റി നിർത്തണം, മുട്ടുകുത്തി കുടിക്കുന്നവരെ വേറെയും നിർത്തുക. 10. ജലം കയ്യിൽ കോരി വായോടടുപ്പിച്ച് നക്കി കുടിച്ചവർ എത്ര? ഉത്തരം: 300 പേർ. 11. മറ്റുള്ളവർ എന്തു ചെയ്തു? ഉത്തരം: വെള്ളം കുടിക്കാൻ മുട്ടുകുത്തി. 12. ആരെക്കൊണ്ട് ഇസ്രായേലുകാരെ വീണ്ടെടുക്കുമെന്നാണ് ന്യായാധിപന്മാർ 7:7 കർത്താവ് ഗിദെയോനോട് പറയുന്നത്? ഉത്തരം: വെള്ളം നക്കി കുടിച്ച 300 പേരെ കൊണ്ട്. 13. മറ്റുള്ളവർ എങ്ങോട്ട് പോകാനാണ് 7:7 കർത്താവ് ഗിദെയോനോട് പറയുന്നത്? ഉത്തരം: തങ്ങളുടെ ഭവനങ്ങളിലേക്ക്. 14. അവർ ജനത്തിൽ നിന്നും എന്താണ് ശേഖരിച്ചത്? ഉത്തരം: കാഹളങ്ങളും ഭരണികളും. 15. എത്ര പേരെ നിർത്തിയിട്ടാണ് ബാക്കി ഇസ്രായേൽക്കാരെ സ്വന്തം കൂടാരങ്ങളിലേക്ക് തിരിച്ചയച്ചത്? ഉത്തരം: 300 പേരെ നിർത്തിയിട്ട്. 16. നിനക്ക് ഭയമാണെങ്കിൽ ആരെ കൂടി കൊണ്ടുപോകാനാണ് കർത്താവ് ഗിദെയോനോട് പറയുന്നത്? ഉത്തരം: ഭൃത്യൻ പൂരായെ കൂടി. 17. ന്യായാധിപന്മാർ 7:11 പറയുക. ഉത്തരം: അവൻ പറയുന്നത് നീ കേൾക്കുക, അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. ഭൃത്യനായ പൂരായോടുകൂടെ ആയുധധാരികളായ ശത്രുഭടന്മാരുടെ പുറംതാവളത്തിലേക്ക് അവർ ഇറങ്ങിച്ചെന്നു. 18. ന്യായാധിപന്മാർ 7:11 അവൻ പറയുന്നത് നീ കേൾക്കുക, അപ്പോൾ താവളത്തിനെതിരെ നീങ്ങാൻ നിനക്ക് കരുത്ത് ലഭിക്കും. ആര് പറയുന്നത് കേൾക്കുക എന്നാണ് കർത്താവ് ഗിദെയോനോട് പറയുന്നത്? ഉത്തരം: ഭൃത്യനായ പൂരായോട്. 19. 7:12 മിദ്യാൻകാർ, അമലേക്യർ, പൗലസ്ത്യർ ഇവരുടെ കൂട്ടം താഴ്വരയിൽ ഡാഷ് പോലെ അസംഖ്യമായിരുന്നു, അവരുടെ ഒട്ടകങ്ങൾ ഡാഷ് പോലെ സംഖ്യാതീതമായിരുന്നു. ഉത്തരം: വെട്ടുകിളികൾ പോലെ അസംഖ്യമായിരുന്നു, കടൽപ്പുറത്തെ മണൽ പോലെ സംഖ്യാതീതമായിരുന്നു. 20. 7:13 ഗിദെയോൻ ചെല്ലുമ്പോൾ ഒരാൾ സ്നേഹിതനോട് ഒരു സ്വപ്നം വിവരിക്കുകയായിരുന്നു. എന്തായിരുന്നു
ആ സ്വപ്നം. മിഥ്യാൻകാരുടെ താവളത്തിലേക്ക് ഒരു ബാർലിയപ്പം ഉരുണ്ടുരുണ്ട് വന്ന് കൂടാരത്തിന്മേൽ തട്ടി കൂടാരം മേൽക്കീഴായി മറിഞ്ഞു നിലംപരിശായി. 21:7-14 സ്വപ്നത്തെക്കുറിച്ച് അവൻ്റെ സ്നേഹിതൻ എന്താണ് പറഞ്ഞത്? അല്ലെങ്കിൽ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനമെന്ത്? ഉത്തരം: ഇത് ഇസ്രയേലിനായ യോവാഷിൻ്റെ പുത്രൻ ഗിദെയോൻ്റെ വാളല്ലാതെ മറ്റൊന്നുമല്ല. അവൻ്റെ കൈകളിൽ ദൈവം മിഥ്യാൻകാരെയും സൈന്യത്തെയും ഏൽപ്പിച്ചിരിക്കുന്നു. 22:7-15 കേട്ടപ്പോൾ ഗിദെയോൻ ദൈവത്തെ വണങ്ങി. ഉത്തരം: സ്വപ്നവും അതിൻ്റെ വ്യാഖ്യാനവും. 23 ഗിദെയോൻ 300 പേരെ എത്ര ഗണങ്ങളായി ഭാഗിച്ചു? ഉത്തരം: 3 ഗണങ്ങളായി. 24 എന്നെ നോക്കുവിൻ, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുവിൻ. പാളയത്തിൻ്റെ അതിർത്തിയിൽ ചെല്ലുമ്പോൾ ഞാൻ ചെയ്യുന്നത് പോലെ നിങ്ങളും ചെയ്യണം. ഉത്തരം: ന്യായാധിപന്മാർ 7:17. 25:7-16 അവരുടെ കൈകളിൽ കാഹളങ്ങളും ഒഴിഞ്ഞ ഭരണികളിൽ പന്തങ്ങളും കൊടുത്തുകൊണ്ട് പറഞ്ഞു. ആരുടെ കൈകളിൽ? എന്താണ് പറഞ്ഞത്? ആര് പറഞ്ഞു? ഉത്തരം: 300 പേരുടെ കൈകളിൽ. എന്താണ് പറഞ്ഞത്? ന്യായാധിപന്മാർ 7:17. ആര് പറഞ്ഞു? ഗിദെയോൻ. 26 ന്യായാധിപന്മാർ 7:18 പറയുക. ഉത്തരം: ഞാനും എൻ്റെ കൂടെയുള്ളവരും കാഹളം മുഴക്കുമ്പോൾ പാളയത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും കാഹളം മുഴക്കി കർത്താവിനും ഗിദെയോനും വേണ്ടി എന്ന് ഉദ്ഘോഷിക്കണം. 27 ഗിദെയോനും കൂടെയുള്ള 100 പേരും പാളയത്തിൻ്റെ അതിർത്തിയിലെത്തി എപ്പോൾ? ഉത്തരം: മധ്യയാമത്തിൻ്റെ ആരംഭത്തിൽ ഭടന്മാർ കാവൽ മാറുമ്പോൾ. 28 ഗിദെയോനും കൂടെയുള്ള 100 പേരും അതിർത്തിയിലെത്തി എന്താണ് ചെയ്തത്? ഉത്തരം: അവർ കാഹളം മുഴക്കി കയ്യിലുണ്ടായിരുന്ന ഭരണികൾ ഉടച്ചു. 29 7:20 പ്രകാരം 3 ഗണങ്ങളും എന്താണ് ചെയ്തത്? ഉത്തരം: 3 ഗണങ്ങളും കാഹളം മുഴക്കി ഭരണികൾ ഉടച്ചു. ഇടത്ത് കൈയിൽ പന്തവും വലത്ത് കൈയിൽ കാഹളവും പിടിച്ചു. കർത്താവിനും ഗിദെയോനും വേണ്ടി ഒരു വാൾ എന്നവർ വാർത്ത വിളിച്ചു. 30 7:22 പ്രകാരം ആ 300 കാഹളങ്ങൾ മുഴക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ഉത്തരം: തൻ്റെ കൂട്ടുകാരനെയും സഹയോദ്ധാക്കളെയും വാൾ കൊണ്ട് വെട്ടാൻ കർത്താവ് പാളയത്തിലെ ഭടന്മാരെ പ്രേരിപ്പിച്ചു. 31 പട്ടാളം ലക്ഷ്യമാക്കി ബെൽഷിത്ത വരെയും തബാത്തിൽ കൂടി അബൽ മെഹോലയുടെ അതിരുവരെയും ഓടി. ഉത്തരം: സെരേറ. 32 7:23 ഗോത്രങ്ങളിൽ നിന്ന് വിളിച്ചു കൂട്ടിയ ഇസ്രയേൽക്കാർ മിഥ്യാൻകാരെ പിന്തുടർന്നു. ഉത്തരം: നഫ്താലി, ആശേർ, മനാസെ. 33 7:24 ഗിദെയോൻ എഫ്രായിം മലനാടിൻ്റെ എല്ലാ ഭാഗത്തും ദൂതന്മാരെ അയച്ചു പറഞ്ഞു. എന്ത്? ഉത്തരം: മിഥ്യാൻകാർക്കെതിരെ ഇറങ്ങി വരുവിൻ. ബെത്ബാറയും യോർദാനും വരെയുള്ള ജലാശയങ്ങൾ പിടിച്ചടക്കുവിൻ. 34 എഫ്രായിംകാർ ഒരുമിച്ചുകൂടി വരെയുള്ള ജലാശയങ്ങൾ കൈവശമാക്കി. ഉത്തരം: ബെത്ബാറയും യോർദാനും. 35 7:25 മിഥ്യാനെ പിന്തുടരവേ ഏതു മിഥ്യാൻ പ്രഭുക്കളെയാണ് അവർ പിടികൂടിയത്? ഉത്തരം: ഓറെബ്, സെബ് എന്നീ മിഥ്യാൻ പ്രഭുക്കളെ. 36 എഫ്രായിംകാർ മിഥ്യാൻ പ്രഭുക്കളെ എവിടെ വെച്ചാണ് കൊന്നത്? ഉത്തരം: ഓറബിനെ ഓറബ് ചിലയിൽ വെച്ചും സെബിനെ സെബ് മുന്തിരിച്ചക്കിനരികിൽ വെച്ചും. 37 അവർ ഓറബിൻ്റെയും സെബിൻ്റെയും തലകൾ എവിടെ കൊണ്ടുചെന്നു? ഉത്തരം: യോർദാൻ്റെ അക്കരെ ഗിദെയോൻ്റെ അടുത്ത് കൊണ്ടുചെന്നു. എല്ലാവരും ഞങ്ങളുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.